സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. ഹരി അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആദ്യം ഹരിയാണ് തെറ്റുകാരന് എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ അവിടെയും ഹരി ഒരു തെറ്റുകാരനല്ല, ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വാദിച്ചത് സേതുവും പല്ലവിയും മാത്രമാണ്. പല്ലവി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹരി ഇറക്കി വിട്ടുവെങ്കിലും അത് ഹരിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും സേതുവിന് ഹരിയെ ഇത് മറക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അത്രത്തോളം സങ്കടത്തിലാണ് ഇപ്പോൾ സേതു ഉള്ളത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സ്വാതിയോടും ഋതുവിനോടും സംസാരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഒരിക്കലും ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹരിയെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഋതുവും സ്വാതിയും കൂടി കളിച്ച കളിയാണ് എന്ന് അവർക്ക് എല്ലാവർക്കും സത്യം ബോധ്യപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിൽ എല്ലാവരും അവിശ്വസിച്ചുകൊണ്ട് ഹരിയെ ഇറക്കി വിട്ടല്ലോ എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാൽ സ്വാതി ചെയ്തത് തെറ്റാണ്, സ്വാതി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പല്ലവി പറഞ്ഞു കൊടുക്കുമ്പോഴും അവിടെ പല്ലവിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതി ശ്രമിച്ചത്. നിങ്ങൾ ഈ വീട്ടിൽ ഒരു അതിഥി മാത്രമാണ്, വലിഞ്ഞു കയറി വന്നവരാണ്. ആ വലിഞ്ഞു കയറി വന്നവരെ എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് വരണ്ട, ഇത് എൻ്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ള എന്തും ഞാൻ ചെയ്യും, അതിന് ചോദിക്കാനോ പറയാനോ ഒന്നും നിങ്ങൾ വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് സ്വാതി എടുത്തടിച്ചതുപോലെ പറഞ്ഞു. എന്നാൽ സ്വാതി പല്ലവിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് അകത്തോട്ട് പോകുന്നത് എല്ലാം സേതു ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിന്നു. അപ്പോൾ സേതു പല്ലവിയോട് പോയി പറയുന്നുണ്ട്, ഇത് പല്ലവിയുടെ കോളേജിനടുത്ത് തന്നെ വുമൻസ് ഹോസ്റ്റലും അല്ലാതെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലും അങ്ങനെ ഒരുപാട് ഹോസ്റ്റലുണ്ട്. അല്ലാതെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന വീടുകളും ഉണ്ട്. അപ്പോൾ പല്ലവിക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. എന്നാൽ ഇവിടെ ഉള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ ഒരിക്കലും പല്ലവിയെ ഞാൻ അങ്ങനെ വിടത്തില്ല. പല്ലവി വിടാത്ത കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇങ്ങനെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രൻ പല്ലവി എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ പല്ലവിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പല്ലവിയെ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന് തന്നെ സേതു ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ സേതുവിന്റെ ആ നന്മയും സേതുവിന്റെ സ്നേഹവും പല്ലവിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ പല്ലവി സേതുവിനോട് പറയുവാണ്, എന്തായാലും സേതുവേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതൊന്നും കാര്യമാക്കേണ്ട, എനിക്കത് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇത് എൻ്റെ വീടും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ ഒരു രീതിയിലേ എടുക്കത്തുള്ളൂ, അല്ലാതെ തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കത്തില്ല എന്നും സേതുവേട്ടൻ്റെ നന്മ എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാ പ്രശ്നങ്ങളും സോൾവായി ഞാൻ സുരക്ഷിതയാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ദിവസം ഞാൻ മാറും എന്ന് പല്ലവി സേതുവിനോടും പറയുവാണ്. അങ്ങനെ അവരുടെ തമ്മിൽ പരസ്പരം തിരിച്ചറിയാനും പല്ലവി സേതുവിന്റെ നന്മ തിരിച്ചറിയാനും സ്നേഹം തിരിച്ചറിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചില സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സ്വാതിയുടെയും ഋതുവിന്റെയും ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവിടെ സേതുവിനെയും പല്ലവിയും ഇനി അടുത്ത് അടിച്ചു പുറത്താക്കുക, ഈ ഒരു ലക്ഷ്യം മാത്രമാണ്. എന്നാൽ താൻ കാരണമാണ്, അച്ചു കാരണമാണ് ഹരി പുറത്താകാൻ കാരണം എന്നുള്ളൊരു കുറ്റബോധം അച്ചുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഹരിയുടെ ഫോണ് സ്വാതിയുടെ റൂമിൽ ചാർജിന് കൊണ്ട് വെച്ചത് തന്നെ അച്ചു ആണ്. അപ്പോൾ താൻ കാരണമാണ് ഹരിക്ക് ഇങ്ങനെ അപമാനപ്പെടാനും സങ്കടപ്പെടാനും ഒക്കെയുള്ള കാരണം ഞാനാണ് എന്നുള്ളൊരു സങ്കടം അച്ചുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അച്ചു ഹരിയെ വിളിക്കുവാണ്. ഹരിയെ വിളിച്ചതിന് ശേഷം ഹരിയോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് ഹരിയോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, പക്ഷെ ഞാൻ കാരണമാണ് ഹരി പോയത് എന്നൊക്കെ അച്ചു പറയുന്നുണ്ടെങ്കിലും അച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്നെ അവിടുന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ നല്ല ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരങ്ങൾ നടക്കുമ്പോഴാണ് നിഖില് അച്ചുവിനെ വിളിച്ചത്. അപ്പോൾ നിഖില് വിളിക്കുമ്പോൾ അച്ചു മറ്റൊരു കോളിലാണ്. ഉടനെ കോൾ കണ്ട ഉടനെ തന്നെ അച്ചു പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോള് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ വെക്കുവാണ്, പിന്നെ വിളിക്കാം. അപ്പോൾ ഹരി അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിളിക്കാതിരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കണം. ശരി, ഞാൻ വിളിക്കാം. അങ്ങനെ ഹരിയുടെ കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ അച്ചു നിഖിലിന്റെ കോള് എടുത്തു. അങ്ങനെ നിഖിലിന്റെ കോൾ എടുത്ത ഉടനെ തന്നെ നിഖിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്, ആരെയാണ് ഈ പാതിരാത്രി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ഞാൻ വിളിച്ചപ്പോൾ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, ആരാണ് ഫോണിൽ? അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഏത് ഫ്രണ്ട്? അത് എനിക്ക് അറിയാമെന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് ഫ്രണ്ടാണെന്ന് എനിക്കിപ്പോൾ അറിയണം,
അതുകൊണ്ട് നിന്റെ ഫോണിൽ വിളിച്ച അവസാനത്തെ കോളിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചതാ. എന്നിട്ട് ഞാൻ നോക്കട്ടെ അത് ആരാണ്, എന്തിനാണ് സംസാരിച്ചത്, എത്ര മണിക്കൂർ സംസാരിച്ചു എന്നൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് നിഖിൽ സംസാരിക്കുകയാണ്. കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ അച്ചുവിന് അവകാശം സ്ഥാപിക്കാനും അച്ചുവിനെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നിഖിൽ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നിയന്ത്രിക്കുന്നെന്നു തോന്നിയ അച്ചുവിന് ദേഷ്യം വന്നു. മേലാൽ ഇനി ഇങ്ങനെ സംസാരിക്കരുത്, ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നൊക്കെയുള്ളത് എന്റെ അവകാശമാണ്, അതിലാരും കൈ കടത്തേണ്ട ഒരു ആവശ്യവുമില്ല എന്നും ഇനി മേലാൽ ഇങ്ങനെ ഒരു സംസാരവും സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു. ഈ വിവരം എന്തായാലും അവിടെ പ്രതാപനും ഭാര്യയും എല്ലാവരും അറിയുമല്ലോ. അപ്പൊ അങ്ങനെ അറിഞ്ഞു. പക്ഷെ അവിടെ പ്രതാപന്റെ ഭാര്യ പത്മയും പറഞ്ഞത് നീ അങ്ങനെ ചെയ്തത് തെറ്റാണ്. അങ്ങനെ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് അവരുടെ മേലിൽ അധികാരം സ്ഥാപിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ആരാണ് എന്തിനാണ് എന്നൊക്കെ വിളിച്ച കാര്യങ്ങൾ ഇപ്പം അറിയണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് അവിടെ നിഖില്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ സേതുവിന്റെ മനസ്സിൽ ഹരിയെ ഇറക്കി വിട്ട ആ ഒരു സംഭവം തന്നെയാണ്. എന്നാൽ പൂർണിമാവ് സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം സേതുവിനെ പോയി കണ്ടു. എന്നിട്ട് സേതുവിനോട് സംസാരിക്കുവാണ്, ഹരിയെ ഞാൻ വിളിച്ചോണ്ട് വരാം, ഞാൻ അവനോട് പോയി ക്ഷമ ചോദിക്കാം, എന്നിട്ട് അവനെ ഞാൻ തിരിച്ചു പൊന്നുമടത്തിലോട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോഴും വേണ്ട, ഇനിയിപ്പോൾ ഹരി ഇവിടെ നിൽക്കട്ടെ, കാരണം ഹരി തിരിച്ചു വരുന്നത് ഇവിടെ സ്വാതിക്കോ ഋതുവിനോ ഇഷ്ടമല്ല, അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഹരി അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് സേതു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? വലിയൊരു പ്രശ്നമാണ് സേതുവിനെ തേടി വന്നത്. ഒരിക്കലും ഹരിയെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു, പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് പൊന്നുമടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക, അവരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക? എന്തായാലും വിവാഹത്തിന് മുന്നേ തന്നെ നിഖിലിന്റെ സ്വഭാവം ഏകദേശം അച്ചുവിന് പിടികിട്ടി കഴിഞ്ഞു. തന്നിലെ അധികാരം ഒരുപാട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണ് നിഖിൽ എന്നുള്ള കാര്യവും അച്ചുവിന് പിടികിട്ടി. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഈ വിവാഹം മുടങ്ങുമോ? എന്തായാലും സത്യം തിരിച്ചറിഞ്ഞ തന്റെ അനിയത്തിയോട് ഇങ്ങനെ പറഞ്ഞ സേതുവിനോട് ഇനി എങ്ങനെയായിരിക്കും നിഖിലിനോട് സേതു എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത്? എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും പൊന്നുമടത്തിൽ നടക്കുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.